ഇന്നത്തെ ക്ലാസ് മെട്രിസസ് ആണ്. ഓക്കെ, മെട്രിസസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും ആദ്യം എന്താണ് മെട്രിസസ്? മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ റോസ് ഉണ്ടായിരിക്കും, കോളംസ് ഉണ്ടായിരിക്കും. ആ റോസിലും കോളംസിലും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അറേ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ പൊസിഷനെയും മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം മാർക്ക് ചെയ്യുന്ന പൊസിഷൻ നോക്കാം. ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും, റോയും കോളവും എന്താണെന്ന് പറയണ്ടല്ലോ. റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതായിരിക്കും റോ, ഇങ്ങനെയുള്ളതായിരിക്കും കോളം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെയും കൂട്ടിമുട്ടുന്ന ഉള്ള ഈ ഒരു പോയിന്റാണ്. ഓക്കെ, അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം A11 എന്ന്. ഓക്കെ, അടുത്തത് നോക്കിയേ. സെക്കൻഡ് ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം അല്ലേ? ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ അതിനെ എങ്ങനെ വിളിക്കാൻ പറ്റും? ആ ഒരു പോയിന്റിനെ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് A12, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഓക്കെ, അങ്ങനെയാണെന്നെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനെ നമുക്ക് എങ്ങനെ രേഖപ്പെടുത്താൻ പറ്റും? നമുക്കറിയാം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 സെക്കൻഡ് റോ ആണ്. അതുപോലെ തന്നെ എത്രാമത്തെ കോളമാണ്? 1, 2, 3. യെസ്, തേർഡ് കോളമാണ്. അപ്പോൾ ആ പോയിന്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? സെക്കൻഡ് റോ തേർഡ് കോളം, A23 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഞാൻ ജസ്റ്റ് റോയും കോളം തമ്മിലുള്ളൊരു ഇതാണ് കാണിച്ചു തന്നത്. എന്നാൽ നമ്പേഴ്സ്, ഒറിജിനൽ നമ്പേഴ്സ് വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ റെപ്രസെൻറ്റേഷനെ പറ്റിയാണ് പറയുന്നത്. ഒരു മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനകത്ത് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിലെല്ലാം ഓരോ പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഓരോ പൊസിഷൻസ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ പറഞ്ഞ റോയും കോളവും എങ്ങനെ വരും? ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഡോട്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നേരെ എഴുതി പോയേക്കാം. A11, A12, A13. ഇതോ A21, A22, A23, A31, A32, A33. ഓരോന്നും പറയുന്നത് എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം. ഇതെന്താ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, 1, 2 സെക്കൻഡ് കോളം. അടുത്തെന്താ പറയുന്നത്? ഫസ്റ്റ് റോയിലെ തേർഡ് കോളം, 1, 2, 3 ഫസ്റ്റ് റോയിലെ തേർഡ് കോളം. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഓൾവേസ് കൺസിഡർ റോസ് ബിഫോർ കോളംസ്. ഓക്കെ, എപ്പോഴും റോയ്ക്ക് മുമ്പ് കോളംസിനെ കൺസിഡർ ചെയ്യണം. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ പോയിന്റും ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എന്ന് നോക്കിയോ, ഒരു മെട്രിക്സ്, അതിലേക്ക് നമ്പേഴ്സ് ആദ്യമായിട്ട് ആ നമ്പേഴ്സ് നോക്കിയോ. ഇപ്പോൾ ഈ A11 എന്ന് പറഞ്ഞ പൊസിഷൻ, അതുപോലുള്ള പൊസിഷൻ എന്താ പറയുന്നത്? 1, 2, 3. വേറെ നമ്പേഴ്സും വരാം. cos x, log x, √2, മൈനസ് സംഖ്യകൾ, പോയിന്റ് സംഖ്യകൾ, ഫ്രാക്ഷൻസ്, എന്ത് വേണേലും ആ പൊസിഷന് വരാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഓരോ പൊസിഷനിലും ഉള്ളത് എടുത്തെഴുതാൻ പോവാം. ഓക്കെ, 1 എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇത് ഏത് പൊസിഷനിലാണ്? ഇത് കിടക്കുന്നത് A11. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് A11 എന്ന് പറഞ്ഞ പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, അത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് A23 എന്ന് പറഞ്ഞ പൊസിഷനിൽ കിടക്കുന്ന സംഖ്യ ഏതാണ്? A23 സെക്കൻഡ് റോയും തേർഡ് കോളവും. നമുക്ക് നോക്കാം. സെക്കൻഡ് റോയും തേർഡ് കോളവും എങ്ങനെ വരും? സെക്കൻഡ് റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ തേർഡ് കോളം, 1, 2, 3. ഈ പൊസിഷൻ അല്ലേ? സെക്കൻഡ് റോ തേർഡ് കോളം. ശരിയാണോ? സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഇത്, തേർഡ് കോളം ഇത്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ A23 പൊസിഷനിൽ കിടക്കുന്നത് ഏതായിരിക്കും? √2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A31 പൊസിഷനിൽ തേർഡ് റോ സെക്കൻഡ് കോളം, ഏതാ വരുന്നത്? ശ്രദ്ധിച്ചോ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, തേർഡ് റോ, ഇതാണ് തേർഡ് റോ. ഫസ്റ്റ് കോളം ഏതാണ്? ഫസ്റ്റ് കോളം ഇതാണ് ഫസ്റ്റ് കോളം. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? -2. ശരിയല്ലേ? ഓക്കെ, ഇനി ഒരെണ്ണം ഉണ്ട്.
എ ടു പൊസിഷനിൽ കിടക്കുന്ന ഏതാണ്? ടു സെക്കൻഡ് റോ. ഇതാണ് ഫസ്റ്റ് റോ, ഇതാണ് സെക്കൻഡ് റോ. ഇനി സെക്കൻഡ് കോളം, ഇതാണ് ഫസ്റ്റ് കോളം, ഇതാണ് സെക്കൻഡ് കോളം. ഈ സെക്കൻഡ് കോളം മാത്രം നമുക്ക് മതി. സെക്കൻഡ് കോളം ഏതാണ്? log x. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക, സെക്കൻഡ് കോളം കൺസിഡർ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ശരി, അപ്പോൾ അതാണ് റെപ്രസെൻറ്റേഷൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഓർഡർ ഓഫ് എ മെട്രിക്സ് ആണ്. ഓർഡർ എന്താണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ? അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് വരച്ചിട്ട് അതിനകത്തുള്ള എലമെന്റ്സ് പറഞ്ഞു. സേ 2, 5, 19, -7, 35, -2, 5/2, 12, √3, 1, -5, 17 എന്ന് വിചാരിച്ചു. ഈ ഒരു മെട്രിക്സിന് ഓരോ പൊസിഷനും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എടുത്തെടുക്കാൻ പറ്റും അല്ലേ? ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ A11 ആണ്, സെക്കൻഡ് പൊസിഷൻ A12 ആണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഓരോ പൊസിഷൻ, ഇത് എന്ന് പറഞ്ഞാൽ A21 ആണ്, A22 ആണ്. 22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം, അറിയാലോ. ഇതെന്ന് പറയുന്നത് A31 ആണ്, A32 ആണ്, A33 ആണ്, ഇത് A34 ആണ്. അപ്പോൾ ഓരോ പൊസിഷനും അതിൻ്റെതായ ഐഡന്റിഫിക്കേഷൻ ഉള്ള പോലെ തന്നെ ഈ മെട്രിക്സിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതിനെ ഓർഡർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് നോക്കിയാൽ മതി. നോക്കിയേ, ഇതിന് ടോട്ടൽ എത്ര റോ ഉണ്ട്? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ അല്ലേ? അപ്പോൾ മൊത്തം റോ 3. ക്രോസ് എത്ര കോളംസ് ഉണ്ട്? ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. അപ്പോൾ മൊത്തം എത്ര കോളംസ് ഉണ്ട്? 3 × 4 ആയിട്ട് നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു 3 × 4 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഓർഡർ എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് അടുത്തൊരു കണക്കിലേക്ക് പോകാം. ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദി ഫോളോയിങ് മെട്രിക്സസ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെ ഓർഡർ ഞാൻ കണ്ടുപിടിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു. ആദ്യമേ റോസ് എടുക്കണം, പിന്നെ കോളംസ് എടുക്കണം. അപ്പോൾ ദേ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അപ്പം മൊത്തം റോസ് 2, 2 × എത്ര കോളംസ് ഉണ്ട് നമുക്ക് നോക്കാം. 1, 2, 3, 3 കോളംസ്. അപ്പോൾ ഈ മെട്രിക്സ് എന്തായിരിക്കും? ഒരു 2 × 3 മെട്രിക്സ് അല്ലെങ്കിൽ ഒരു 2/3 മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ 2 × 3 ആണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ 2/3 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുന്ന ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിൻ്റെ ഓർഡർ എന്ന് പറയാം. ഫസ്റ്റ് വൺ, അതിൻ്റെ റോ 1, 2, 3. അപ്പോൾ അതിൻ്റെ 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 1, 2. 3 × 2 മെട്രിക്സ് ആണ്. ഓക്കെ, 3, 4 അവിടെ കിടന്നോട്ടെ. അഞ്ചാമത്തെ ചോദ്യം ഞാനെന്ന് പറയുവാണേ. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞേ 1, 2, 3. 3 × 1, 2, 3. 3 × 3 മെട്രിക്സ് ആണ്. ഈ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് 3 × 3, 3 റോ 3 കോളം. ഓക്കെ, ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്. നമ്മൾ അടുത്തതായിട്ട് പറയും. അടുത്തത് ഇത് നോക്കൂ, അടുത്ത സെക്ഷനിൽ പറയാം കേട്ടോ അതെന്ത് ടൈപ്പ് മെട്രിക്സ് ആണെന്നുള്ളത്. അതിന് മുമ്പ് ഈ ഒരു ഇത് നിങ്ങൾ നോക്കൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും അതിൻ്റെ ഡെഫിനിഷനിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്താണ്? ആദ്യം റോസ് നോക്കുക, പിന്നെ കോളംസ് നോക്കുക. എന്ത് ചെയ്യണം? ആദ്യമേ റോസ് നോക്കുക, എന്നിട്ട് വേണം കോളംസ് നോക്കാനായിട്ട്. അപ്പം നമുക്ക് റോസ് ആദ്യം നോക്കാം. ഓക്കെ, ഇതേ നോക്കിയേ, എത്ര റോ ഉണ്ട് ഇവിടെ? ഇതേ ഒറ്റ റോയേ ഉള്ളൂ, ഹൊറിസോണ്ടലായിട്ട് ഒറ്റ റോയേ ഉള്ളൂ. അപ്പം നമുക്ക് എഴുതാം ഇത് 1 × എത്ര കോളം ഉണ്ട്? കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ. എത്ര കോളം ഉണ്ട്? 1, 2, 3, 3 കോളം ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്ന് പറയാൻ പറ്റും? ഇതൊരു 1 × 3 മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ മെട്രിക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരൊറ്റ റോ പോലെയാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മെട്രിക്സിന് മറ്റൊരു പേരുകളുണ്ട്. ഇതൊരു റോ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ഇതിനെ പറ്റി നമ്മൾ അടുത്തത് പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി പറയാതെ. അടുത്ത മെട്രിക്സിന്റെ ഓർഡർ നോക്കാം. നാലാമത്തെ ചോദ്യത്തിന്റെ ഓർഡർ എന്തായിരിക്കും നോക്കിയേ. എത്ര റോ ഉണ്ട്? 1, 2, 3, 3 റോ ഉണ്ട്. അപ്പൊ ഇത് ഒരു 3 × എത്ര കോളം ഉണ്ട്? ഈ ഒരൊറ്റ
ഒരൊറ്റ കോളം മാത്രമല്ലേ ഉള്ളൂ, ഈ ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു 3x1 മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മെട്രിക്സിനും ഒരു പേരുണ്ട്, അതിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. 3x3 മെട്രിക്സ് ആണ്, അതൊരു കോളം മെട്രിക്സ് ആണ്. 3x3 മെട്രിക്സ് ആണ്, അതൊരു കോളം. നോക്കിയോ, ഇത് ഒരു 3x1 മെട്രിക്സ് ആണ്, അതൊരു കോളം മെട്രിക്സ് ആണ്. ഓക്കെ, ശരി. അപ്പം നമ്മൾ ഈ 5 ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഓർഡർ കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താ ചോദ്യം പറയുന്നത്? ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മളോട് ചോദിക്കുന്നത് അതിൻ്റെ ഓർഡർ എന്താണെന്നുള്ളത്. വളരെ എളുപ്പം. ഇപ്പം നിങ്ങൾക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. റോ ഇൻറ്റു കോളം. ഇത് നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് റോ 1, 2, 3. എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. ശരി, അത് 3 ക്രോസ്. എത്ര കോളം ഉണ്ട് നോക്കാം. 1, 2, 3, 4. മൊത്തം എത്ര കോളം ഉണ്ട്? 4 കോളം ഉണ്ട്. നമുക്കത് രേഖപ്പെടുത്താം. 3x4 മെട്രിക്സ് ആണ്. ഓക്കെ, ശരി. ഒന്നാമത്തെ ചോദ്യം കിട്ടി. രണ്ടാമത് നമ്പർ ഓഫ് എലമെന്റ്സ്. ഈ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എണ്ണിപ്പെറുക്കി എടുത്താൽ മതി. ശരിയാ, ഇതിനെ ഓരോന്നോരോന്നായിട്ട് എണ്ണിപ്പെറുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് അല്ല നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരി ഇത് അങ്ങനെ ചെയ്യാതെ തന്നെ ഇതിൽ ടോട്ടൽ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 3 × 4 അല്ലെങ്കിൽ 12 എലമെന്റ്സ് ആയിരിക്കും ഈ മെട്രിക്സിനകത്തുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് മെട്രിക്സ്. അല്ലേ? നോക്കിയേ, 3, 3, 3, 3, 3, 4, 12. ഓക്കെ, അടുത്തത് റൈറ്റ് ദി എലമെന്റ്സ് ഇൻ ദ ഫോളോയിങ് പോർഷൻസ്. ഓക്കെ, ഈ ഒരു ഓരോ പൊസിഷനിലുള്ള എലമെന്റ്സ് കണ്ടുപിടിക്കും. A13 1 3 ഫസ്റ്റ് റോയിൽ തേർഡ് കോളത്തിൽ. ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് റോ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ തേർഡ് കോളം. നോക്കിക്കേ, ഫസ്റ്റ് റോ തേർഡ് കോളം 1 3. തേർഡ് കോളം ഏതാണ്? 4 ആയിരിക്കും എലമെന്റ്. A13 എലമെന്റ് 4. ഓക്കെ, ശരി. അടുത്ത ചോദ്യം എന്താണ്? A21 സെക്കൻഡ് റോ. ഇതാണ് സെക്കൻഡ് റോ. ഫസ്റ്റ് കോളം ഏതാണ്? √2 ആയിരിക്കും. √2. കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തിരി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഇതിങ്ങനെ വരച്ച് രേഖപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ നോക്കി ഇത് മനസ്സിലാക്കാന്നുള്ളൂ. 3 3 തേർഡ് റോ തേർഡ് കോളം. ഇതിങ്ങനെ പേനയുടെ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേനയുടെ ബാക്ക് വെച്ചിട്ട് നോക്കിയാൽ തേർഡ് റോ എന്നുണ്ട്. ഇതാ തേർഡ് റോ. ഓക്കെ, തേർഡ് കോളം ഇതാ തേർഡ് കോളം. ഇത് 2 റോ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? 1. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഏതാ? 2 4 സെക്കൻഡ് റോ. ഏതാ സെക്കൻഡ് റോ? ഇതാണ് സെക്കൻഡ് റോ. ഫോർത്ത് കോളം ലാസ്റ്റ് 1. കാണേ, 2 റോ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? 5. അപ്പം ആൻസർ എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇച്ചിരി മടുപ്പൊക്കെ തോന്നാം. പക്ഷേ നിങ്ങളിത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചു പോകാം. ഇനിയുള്ള 5 മെട്രിക്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 5 നമുക്ക് 7 മെട്രിക്സസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഉണ്ട്. ആ ടൈപ്സ് ഓഫ് മെട്രിക്സസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഏതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ്? ഫസ്റ്റ് വൺ കോളം മെട്രിക്സ്. അതിനെപ്പറ്റി നമ്മൾ ഒന്ന് പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളം പോലെ ഇരിക്കും. ഇത് നോക്കി, 2 4 7. ഇതിൻ്റെ ഓർഡർ എന്താ? 1 2 3. 3x1 മെട്രിക്സ് ആണ്. 2 7. ഇതെന്താണ്? ഒരു 2x1 മെട്രിക്സ് ആണ്. ഒരു കോളം മാത്രമേ കാണത്തുള്ളൂ. അതുപോലെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റോ മെട്രിക്സ് എന്തായിരിക്കും? വളരെ എളുപ്പമല്ലേ? ഒരു റോ പോലെ കിടക്കും. 2 4 7 6. ഇതിൻ്റെ ഓർഡർ എന്താ? ഒരു റോ 1 ക്രോസ്. എത്ര കോളം ഉണ്ട്? 1 2 3 4. 4 കോളം. 1 ക്രോസ് 4 മെട്രിക്സ് ആണ്. അപ്പം വേറൊരു എക്സാമ്പിൾ പറയാം. cos x log x x. ഓക്കെ, ഇതും ഒരു റോ മെട്രിക്സ് ആണ്. ഒരു റോ അല്ലേ?
ഇതിൻ്റെ ഓർഡർ 1 x 3 ആണ് അല്ലേ? യെസ്, ഓക്കെ. അപ്പം കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു റോ പോലെയുള്ളത് റോ മെട്രിക്സ്, കോളം പോലെയുള്ളത് കോളം മെട്രിക്സ്. കോളം മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, റോ മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. എന്താ സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രത്യേകത? ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഒരു സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡുകളെല്ലാം തുല്യമാണ് അല്ലേ? അപ്പോൾ ആ തുല്യത ആണ് നമ്മൾ ഇവിടെ സ്ക്വയർ മെട്രിക്സിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ തുല്യമായിട്ട് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഒരു മെട്രിക്സ് നോക്കിയോ, 2 1 3 4. ഇതിൻ്റെ ഓർഡർ എന്താ? 2 റോ 2 കോളം, 2 x 2. മറ്റൊരു മെട്രിക്സ് 1 3 7, 2 1 5, 1 4 -3. ഈ മെട്രിക്സിൻ്റെയും പ്രത്യേകത എന്താ? ഇത് റോസ് 3യും കോളംസ് 3 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ 3 x 3 ആണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ റോയുടെയും റോസും കോളംസും ഈക്വൽ ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ് എന്ത് നമുക്ക് പറയാൻ പറ്റുന്നത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഫീച്ചറാണ്. എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സിൽ ഡയഗണൽ എലമെൻസിൽ മാത്രമാണ് എലമെൻസ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 7, ബാക്കിയുള്ള എലമെൻസ് എല്ലാം 0 ആണെങ്കിൽ നമുക്ക് ഇതെൻ്റെ 3 x 3 സ്ക്വയർ മെട്രിക്സിൽ ഡയഗണലിൽ മാത്രമേ എലമെൻസ് ഉള്ളൂ. ഇങ്ങനെയുള്ള മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. 2 by 2 ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ, 1 5 0 0. ഈ ഒരു ഡയഗണലിൽ മാത്രമേ എലമെൻസ് ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം 0 ആണ്. ഒരു 2 by 2 സ്ക്വയർ മെട്രിക്സിനകത്ത് ഡയഗണലിൽ മാത്രം എലമെൻസ് ഉള്ളൂ, ബാക്കിയുള്ളത് 0 ആണ്. അങ്ങനെയുള്ളതാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതോ സ്കെയിലാർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ്, അപ്പോൾ സ്ക്വയർ മെട്രിക്സിൽ ഡയഗണൽ എലമെൻസ് ഉള്ളത് ഡയഗണൽ മെട്രിക്സ്. ഒരു ഡയഗണൽ മെട്രിക്സിൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സ്കെയിലാസ് ആവുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ നമ്പർ ആയിരിക്കണം. 2 2 2, 3 3 3, 4 4 4, അല്ലെങ്കിൽ 10 10 10, cos x cos x cos x. എന്തായാലും ആ 3 എലമെൻറ്റ്സ് സെയിം, ഡയഗണലിലുള്ള 3 എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. ബാക്കിയുള്ളതെല്ലാം 0 ആയിരിക്കണം. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്കെയിലാർ മെട്രിക്സ്. അപ്പോൾ സ്കെയിലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് വ്യത്യസ്തങ്ങളാകാം, 1 2 7 ഒക്കെ ആകാം. പക്ഷെ സ്കെയിലാർ മെട്രിക്സിൽ അത് സെയിം ആയിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് 7 ആക്കാം, 7 7 7, ബാക്കിയുള്ളതെല്ലാം 0 ആക്കാം. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു 2 by 2 മെട്രിക്സാണ്. ഇത് വേണേൽ 3 by 3 മെട്രിക്സാണ്. ഇത് വേണേൽ 2 by 2 ആക്കാം. ഇത് നോക്കിയോ, 2 2 0 0. ഇതൊരു ഡയഗണൽ മെട്രിക്സാണ്. ഡയഗണൽ എലമെൻറ്റ്സ് സ്കെയിലാർ ആയാൽ മതി. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ, ഓക്കെ, അല്ലെങ്കിൽ നമ്പറോ ഫംഗ്ഷനോ അല്ലാതെ വേറെ ഒന്നും ആവരുത്. ഫംഗ്ഷൻ ആവരുത്തില്ല കേട്ടോ, സ്കെയിലാസ് മാത്രമേ ആവുള്ളൂ, ഈ കോൺസ്റ്റൻസ് മാത്രമേ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെയിലാർ മെട്രിക്സ്. അപ്പോൾ സ്കെയിലാർ മെട്രിക്സ് ആദ്യം എന്താവും? ഒരു സ്ക്വയർ മെട്രിക്സ് ആവും. പിന്നെ അത് ഡയഗണൽ മെട്രിക്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക, ശേഷം അതൊരു സ്കെയിലാർ മെട്രിക്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡയഗണൽ എലമെൻറ്റ്സ് ആദ്യമേ ഒരു സ്ക്വയർ മെട്രിക്സ്, ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻസിൽ മാത്രം എലമെൻസ് ഉണ്ട്. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ആ ഡയഗണൽ എലമെൻസിൻ്റെ എല്ലാം ഒരേപോലത്തെ നമ്പേഴ്സ് ആണെങ്കിൽ അത് സ്കെയിലാർ മെട്രിക്സ്. ആ സ്കെയിലാർ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, രണ്ടും 1 ആണെങ്കിൽ അതിനെ പറയുന്നതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാം. ഇത് ഒരു 2 by 2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് I2 എന്നാണ്. ഓക്കെ, ഇനി 3 by 3 ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പറയാലോ? 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇതിൻ്റെ ഡയഗണൽ നോക്കിയേ, സ്കെയിലാസ് ആണ്, മാത്രമല്ല അത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അത് സ്കെയിലാർ മെട്രിക്സ് അല്ല, അതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതിനെ ഞാൻ I3 എന്ന് വിളിക്കും. ഓക്കെ, തേർഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ് പറയുന്നത്. അടുത്തത് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എങ്ങനെ വേണമല്ലോ ആകാം. 0 ഉൾപ്പെട്ടാൽ മതി. 0 0 0 0. അത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. 0 0 0 0 0. പിന്നെന്താ, ഒരു കോളം സീറോ മെട്രിക്സ് ആവാം, ഒരു റോ സീറോ മെട്രിക്സ് ആവാം, എന്ത് വേണേലും സീറോ മെട്രിക്സ് ആവാം. അതാണ് സീറോ മെട്രിക്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോവുക. ഓക്കെ, ശരി.